എന്തെല്ലാം ടെക്നിക്ക് ഉപയോഗിക്കാമോ അതെല്ലാം രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കും. പ്രചാരണത്തിനുള്ള വെറൈറ്റി കളക്ഷൻസ് വിൽക്കുന്ന ഒരു കടയിലെ കാഴ്ച കാണാം. മണ്ഡലം ചുറ്റും മഹിളകളിൽ പ്രവിത ലക്ഷ്മിയും ക്രിസ്റ്റീന ചെറിയാനും ചേരുകയാണ്. നമ്മളിപ്പോ അങ്ങനെ എത്തി നിൽക്കുന്നത് കായംകുളത്തെ മാർക്കറ്റിലാണ്. അപ്പൊ കായംകുളം മണ്ഡലം ഇങ്ങനെ ചുറ്റി ചുറ്റി നമ്മൾ ഈ മാർക്കറ്റിൽ പലതരത്തിലുള്ള കടകളുണ്ട്. ഇവിടെ എന്തായാലും കായംകുളം നഗരത്തിന്റെ ഭാഗമായിട്ട് ചെറുകിട വ്യാപാരികളൊക്കെ ഇവിടുത്തെ വോട്ടേഴ്സ് നല്ല ചൂടാണ്. അപ്പൊ ആ ചൂടിനോടൊപ്പം എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് ചൂടെന്ന് അന്വേഷിച്ച് ഞങ്ങൾ ഇറങ്ങിയപ്പോഴാണ് ഇവിടെ അടിപൊളി ഒരു കട കണ്ടത്. ഇവിടെ ഇഷ്ടം പോലെ കൊടിതോരണങ്ങളാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഈ കൊടിയുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ നമുക്ക് ചേട്ടന്മാരോട് തന്നെ ചോദിക്കാം. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കട കാണുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു കൗതുകം കൂടിയുണ്ട്. നമുക്ക് അവരോട് തന്നെ കൂടുതൽ വിശേഷം ചോദിക്കാം. ഈ കട തുടങ്ങിയിട്ട് എത്ര നാളായി? ഞങ്ങളിപ്പോൾ 20 വർഷത്തിൽ മുകളിലായി. 2004 ഈ കട ആരംഭിക്കുന്നത്. ആദ്യം തുടക്കകാലത്ത് നമ്മൾ തന്നെ വീട്ടിൽ പ്രൊഡക്ഷൻ ആയിരുന്നു. കൊടികളും തോരണവും എല്ലാം പ്രിന്റ് നമ്മൾ തന്നെ ചെയ്ത് ഇപ്പം ബൾക്കായിട്ട് ബോംബെ, ഗുജറാത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയാണ്. വെറൈറ്റികൾ കാണിച്ചു. ഇതെന്താ? അത് ഈ സ്ഥാനാർത്ഥിക്ക് ഇട്ട് കൊടുക്കുന്ന കിരീടം. അതെ കിരീടം, തലപ്പാവ്. അത് 3 രാഷ്ട്രീയ പാർട്ടിക്കും ഉണ്ട്. അത് സ്ഥാനാർത്ഥി സ്വീകരണത്തിന് വരുമ്പോൾ ഇതുപോലെ അണിയിക്കാൻ വേണ്ടി ഇത് എല്ലാ പാർട്ടിയുടെയും പോകുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇത് ഇപ്പൊ കോൺഗ്രസിന്റേതാണ്, പിന്നെ BJP എല്ലാ പാർട്ടിയുടെയും ഉണ്ട്. ബലൂണുകളുണ്ട്, ചിഹ്നം പതിച്ച ബലൂണുകൾ. ഇത് CPIന്റെ ചിഹ്നം പതിച്ച ബലൂണാണ്. അതുപോലെ അല്ല, അത് നമുക്ക് ബാഡ്ജ് പോലെ ഉടുപ്പിൽ ഇങ്ങനെ കുത്താൻ ഉപയോഗിക്കുന്നത്. ഇത് ബൂത്തിലൊക്കെ ഇങ്ങനെ അലങ്കരിക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഈ കൗതുക ലേശം കൂടുതലായിട്ട് ചോദിക്കുക, ഈ രാഷ്ട്രീയ പാർട്ടികളുടെ സാധനങ്ങളൊക്കെ വെക്കുന്നതുകൊണ്ടാണോ കടം തരില്ല എന്ന് പ്രത്യേകിച്ച് വെണ്ടയ്ക്കാൻ മഴുത്തി എഴുതിച്ചേക്കുന്നത്? അത് മൊത്തത്തിൽ ഞങ്ങൾ 365 ദിവസം സെയിലുണ്ടല്ലോ. ചിലര് കുറച്ച് പൈസയൊക്കെ കടം അവസാന ഘട്ടങ്ങളിലൊക്കെ പോവാറുണ്ട്. കാശ് തിരിച്ച് കറക്റ്റ് ആയിട്ട് കിട്ടാറുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു തിരഞ്ഞെടുപ്പ് ചൂടിലാണ് ഇവിടെ മുന്നണികൾ എല്ലാവരും. എന്താണ് തോന്നുന്നത്, ഈ കായംകുളം മണ്ഡലത്തിൽ ആര് ജയിക്കുമെന്നാണ് തോന്നുന്നത്? 3 കക്ഷികളും ഒന്നിനൊന്നിന് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും പ്രവചിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മളിങ്ങനെ നടന്നു വന്നപ്പോ തൊട്ടിപ്പുറത്ത് ഇവിടെ മറ്റൊരു കട കൂടിയുണ്ട്. ഇതാ നല്ല ഭംഗിയുള്ള തോരണങ്ങളാണ്. നല്ല ഭംഗിയുള്ള കുറെ തോരണങ്ങൾ. മാത്രമല്ല നമ്മള് തോറ്റു തൊപ്പിയിടുക എന്ന് പറയുന്നുണ്ട്. ജയിച്ചിട്ടിടാനുള്ള തൊപ്പികളാണ് ഇവിടെ ഇരിക്കുന്നത്. ഓരോ പാർട്ടികൾക്കും അവരുടേതായിട്ടുള്ള തൊപ്പികളുണ്ട്. 3 പാർട്ടിക്കും ഉണ്ട്. ആരും സങ്കടപ്പെടാനില്ല. അപ്പം ചേട്ടാ നമസ്കാരം. എത്ര നാളായി കൊടിതോരണങ്ങളുടെ ഒക്കെ ബിസിനസ് തുടങ്ങിയിട്ട്? ഏകദേശം 1986 കാലഘട്ടം മുതലേ ഉണ്ട്. ഇത്തവണ ഏറ്റവും കൂടുതൽ പോയ കൊടിതോരണ എല്ലാവരുടെയും പോകുന്നുണ്ട്. പൊതുവെ എല്ലാവരും കായംകുളത്ത് ഇപ്പം 3 മുന്നണിയുണ്ട്. 3 മുന്നണികളിലെ നല്ലപോലെ പോകുന്നുണ്ട്. പുതിയ ചിഹ്നം വരുമ്പോൾ അതൊരു പ്രതിസന്ധി ആവാറുണ്ട്. ചിഹ്നത്തിനനുസരിച്ച് കൊടി കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതെന്താ ചേട്ടാ സംഭവം? വെറൈറ്റി ആണല്ലോ. ഇലക്ട്രോണിക് മോഡൽ വോട്ടിംഗ് മെഷീൻ. ഇതാണ് സംഗതി. അപ്പൊ ഇതാരാ വാങ്ങിച്ചോണ്ട് പോന്നേ? ഈ സ്ഥാനാർത്ഥികളുടെ ഓരോ വാർഡുകളിലും ബൂത്തുകളിലേക്ക് അവരെ ഡെമോൺസ്ട്രേഷൻ വേണ്ടി, ഡെമോ കാണിക്കാൻ വേണ്ടി. ഇത് ശരിക്കും ഇത് ഡെമോ ആണ്. ഇതിന് 180. കാശ് കിട്ടാറുണ്ടോ? കാശൊക്കെ തരും. എല്ലാരും കാശ് തരും. ആരും കാശ് എല്ലാരും കാശ് തരും. താങ്ക് യു. വലിയ തിരക്ക് ഇവിടെ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. പ്രത്യേകിച്ച് കൊട്ടിക്കലാശം ഇനി വരാനിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒരുപാട് ആളുകൾ, പാർട്ടിക്കാരൊക്കെ ഈ സാധനങ്ങളൊക്കെ, അത് വെറൈറ്റി ആണ് കേട്ടോ. കണ്ട ഓരോരോ വെറൈറ്റി ആണ്, പലതരത്തിലുള്ള സാധനങ്ങൾ. കണിക്കൊന്നയുണ്ട് കേട്ടോ. വിഷു അടുത്ത് വന്നതുകൊണ്ട് കണിക്കൊന്നയും ഉണ്ട്. അപ്പൊ അങ്ങനെ തിരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമായി ഈ മണ്ഡലത്തിൽ നടക്കുകയാണ്. നമ്മുടെ യാത്ര തുടരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.